ആഗോലി തല അളിയന് പോലും കൊടുക്കരുതെന്നുള്ളതാണ്. കൊടുക്കരുത്. രണ്ട് കരിയാപ്പല് ഞാൻ ഇവിടെ അങ്ങ് അടിയിലിടുവാന്നേ, അപ്പം മീൻ അടിയിൽ പിടിക്കത്തില്ല. നമസ്കാരം. പാചകം ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടി സംസാരം TV ഒരു പുതിയ അമ്മച്ചീനെ പരിചയപ്പെടുത്തുകയാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള മോളി അമ്മച്ചി. നിങ്ങൾക്കറിയാം, സംസാരം TVയിലൂടെ പാചക വിദഗ്ധരായ ഒരുപാട് അമ്മച്ചിമാർ വന്നിട്ടുണ്ട്. അവരെല്ലാം മലയാളികൾ ഒന്നടങ്കം കൈയടിച്ച് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മോളി അമ്മച്ചി ഇനി മുതൽ നമുക്ക് വേണ്ടി പാചകങ്ങൾ, വിവിധ തരത്തിലുള്ള പാചകങ്ങൾ ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടാവും. അല്ലേ അമ്മച്ചി? മോളി അമ്മച്ചി നമ്മുടെ സംസാരം TVയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ് അല്ലേ? അതെ അതെ. അപ്പൊ ഇന്ന് സംസാരം TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി അമ്മച്ചി ഞാൻ കുടംപുള്ളി ഇട്ട് വെച്ച ഒരു മീൻ കറിയാണ്. കുടംപുള്ളി ഇട്ട മീൻ കറി പത്തനംതിട്ടക്കാരുടെ പ്രത്യേക സ്റ്റൈലാണോ? പ്രത്യേകതയാണ്, കോട്ടയം സ്റ്റൈലാണ്. എല്ലാം നല്ല രീതിയിൽ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മീൻകറി ഫേമസ് ആണ്. മീനും കപ്പി. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ആഗോലി. ആഗോലി നമ്മൾ കോട്ടയം സ്റ്റൈലിൽ പത്തനംതിട്ട കറി വെക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഉഷാറാക്കാം. ഇതിന് വേണ്ടതായ സാധനങ്ങൾ: പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, കടുകുണ്ട്, മുളക് പൊടി, കാശ്മീർ ചില്ലിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ഉപ്പുണ്ട്, ഉലുവപ്പൊടിയുണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആഗോലി 1/2 കിലോയാണ്. ആഗോലി 1/2 കിലോ. ആഗോലി തല അളിയന് പോലും കൊടുക്കരുതെന്നുള്ളതാണ്. കൊടുക്കരുതെന്ന് കൊടുത്തു പോയെങ്കിലല്ല, അളിയന് കൊടുത്തുപോയ പണ്ടേ കാലത്ത് എൻ്റെ ഒരു തലമുറയുടെ പുറകിലാണ്. പണ്ടേ കാലത്ത് അളിയന് ഈ തല കറി വെച്ച് കൊടുത്താൽ പിന്നെ അളിയൻ പാരിവെട്ടിൽ നിന്ന് പോകത്തില്ല. അതിനാണ് അളിയന് കൊടുക്കരുത്. ഈ ടേസ്റ്റ് പിടിച്ചിട്ട് പോകത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ആവോലി കറിയാണ് ഇപ്പൊ. രസകരമായ നുറുങ്ങുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വേണം. എന്തായാലും അമ്മച്ചിയുടെ രസകരമായ ഒരു തമാശയോട് കറി അതിന് നമുക്ക് സ്റ്റവ് കത്തിക്കാം. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് കടുകിടാം. കടുക് പൊട്ടിയിട്ട് നമുക്ക് ഇഞ്ചി ഇടാം. അതിൻ്റെ പുറകെ തന്നെ വെളുത്തുള്ളി ഇടാം. നല്ല അതായിട്ട് എല്ലാവരും പറയും നല്ല മീൻകറിയാണ്. കഴിക്കുന്നവർ പിന്നീടും പറയും നല്ല മീൻകറിയായിരുന്നു. ആ അതെ. എനിക്ക് ഇവിടെ 2 മക്കളാണ്. അവർ ജോലിയിലാണ്. മൂത്ത മോന് കുടുംബമായിട്ട് UK-യില. മറ്റേ മോന് ഇത് കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പം ഗൾഫിലേക്ക് പോയിരിക്കുകയാണ്. പിന്നെ എനിക്ക് സഹായികളൊക്കെ അടുത്തൊക്കെ ഉണ്ട്. ഹസ്ബൻഡ് മരിച്ചു പോയി. 16 വർഷം. ശരിക്കും 2 മക്കളെയും വളർത്തി വലുതാക്കി. മൂത്ത മോന് 20 വയസ്സായിരുന്നു പപ്പ മരിക്കുമ്പോൾ. അത് കഴിഞ്ഞ് അവന് ഹോട്ടൽ മാനേജ്മെൻറ്റ് മദ്രാസിൽ പഠിച്ചതാണ്. 3 വർഷത്തെ കോഴ്സ് പഠിച്ച് അവനപ്പോഴത്തേക്ക് ഒരു ജോലിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇളയ മോനന്ന് 8ാം ക്ലാസ്സാണ്. പിന്നെ അവൻ പഠിച്ചു BCom. ഇങ്ങനൊക്കെ വിദേശത്തെത്തി. ഇഞ്ചി ഇടുന്നേ.
UK മൂത്ത മോൻ്റെ അടുത്ത് ഇപ്പം 4 വർഷമായി പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ 6 മാസം നിൽക്കും അവിടെ. ഇത് തന്നെ മമ്മി നല്ല പാചകക്കാരത്തിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനാ കൂട്ടത്തിലും. ഇനി വെളുത്തുള്ളി ഇടുകയാണ്. ഇഞ്ചി ഇട്ടു, കടുക് ഇട്ടു. ഐസിലാണ് അവിടെ UK. അതൊക്കെ ദൈവം തന്ന ഒരു ഭാഗ്യമാണ് അല്ലേ? എന്നെക്കാളിലും നല്ല സാമർഥ്യമുള്ളവര്, പദവിയുള്ളവർക്ക് ഒക്കെ ലഭിക്കാത്ത കാര്യങ്ങളാണ് ദൈവം എനിക്ക് തന്നത്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മക്കളെ, മരുമോളെ, മോന് 2 പെൺകുഞ്ഞുങ്ങളെ. എനിക്ക് പെൺപിള്ളേരില്ല. അപ്പം അതൊക്കെ എല്ലാവരും സന്തോഷം. ആ അതെ, മകളെ. വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് വരുന്നുണ്ട്, അപ്പോൾ ചുമന്ന് വരുന്നു. അത് ഇളയ മോനാണ് അത് പ്രത്യേകമായിട്ട് പറഞ്ഞു, അമ്മ അതിനകത്ത് വേണം എല്ലാം ചെയ്യാൻ. സെലക്ഷൻ. അതെ. അപ്പൊ ഞാൻ പൊടികൾ ഇടുകയാണ്. ഇപ്പം മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, 2 സ്പൂണ് അര സ്പൂണ് ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പൊടികളുടെ ഒരു മണം, പച്ചമണം ഒന്ന് മാറിയിട്ട് പുളിവെള്ളം ഒഴിക്കുക. പുളി ഇട്ടാൽ ഇപ്പോൾ ഉടനെ നമുക്ക് കൂട്ടാൻ ഇതിന് പുളി പിടിക്കത്തില്ല. അതിനാണ് ഇതിങ്ങനെ പുളി വെള്ളത്തിലാക്കി ഇടുന്നത്. ഇപ്പം നമുക്ക് ആ കഷ്ണത്തിനെല്ലാം പുളി ഉപ്പും നല്ല പാകമായിട്ട് കിട്ടും. 2 കരിയാപ്പല ഞാൻ ഇവിടെ അങ്ങ് അടിയിലിടുവാന്നേ. അപ്പം മീൻ അടിയിൽ പിടിക്കത്തില്ല. ഇങ്ങനെയാണ് ശാസ്ത്രം. പണ്ടൊക്കെ ഉള്ളവർ ചട്ടിക്കടിയിൽ ഇത് പുളി ഇട്ടിട്ട് കരിയാപ്പില ഇട്ടേച്ച് പിന്നെ മസാല എല്ലാം ചേർത്തിട്ട് മീൻ വെക്കത്തുള്ളൂ. അത് തിളയ്ക്കുമ്പോൾ ഇപ്പം പുളിവെള്ളം ഒഴിക്കുകയാണ്. അതന്നെ, വീണ്ടും സ്റ്റൗ കത്തിച്ച് പുളിവെള്ളവും പുളിയിട്ടു. ഇതിനകത്ത് ഇതൊന്ന് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് വേണം ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം. തിളച്ചിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കുകയാണ് മീനൊന്ന് വേകാനായിട്ട്. ആ, അത് നിങ്ങൾക്ക് നല്ല പോലെ തരാനായിട്ട്. ആ ഓലി കഴിച്ചിട്ട് പിന്നെ നിങ്ങൾ ഇനിയിപ്പം ചിലപ്പം പറയരുത് അമ്മച്ചി ചെറിയ കഷ്ണമാക്കിപ്പോയി എന്ന് പറയരുത്. ഇതിന്റെ ഒരു സ്മെല്ലൊക്കെ വരുമ്പോഴുണ്ടല്ലോ, ചെറുതാണെങ്കിലും വലിയ കഷ്ണം ഇത് ഏകദേശം മൊത്തം കഴിച്ചിട്ട് ശരിക്കും കഴിച്ചു. കറി ടേസ്റ്റായിട്ട് ഉണ്ടോയെന്നാണ് പറയേണ്ടത് കഴിച്ചിട്ട്. അപ്പോൾ ചാറൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു സിമ്മിലിട്ട് ഒന്ന് കഷ്ണം ഒന്ന് വേകട്ടെ. മീൻ തിളയ്ക്കാനേ ഒരു 10 മിനിറ്റ് വേണം. സ്ലോയിലാണ് വെച്ചിരിക്കുന്നത്, സിമ്മിൽ. കാരണം പെട്ടെന്ന് തിളച്ച് പറ്റിയാൽ അത് പെട്ടെന്ന് മീൻ വേഗത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ വെച്ചത്. പതിയെ തിളച്ച് ഒന്ന് പറ്റിയെടുക്കണം. 10 മിനിറ്റ് വേണം. ഞാനിങ്ങനെ അമ്മച്ചി ഈ മീനൊക്കെ കട്ട് ചെയ്യാനൊക്കെ പോയ സമയത്തെ ഞാനെല്ലാം ഒന്ന് പരതി നോക്കിയായിരുന്നു. അന്നേരം അവിടെ ഒരു
ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആ, ആ. 1-2 സർട്ടിഫിക്കറ്റുകൾ ഉണ്ട്. ആ കാലത്തൊക്കെ ലാബ് ടെക്നീഷ്യനെ ഒക്കെ കഴിഞ്ഞു. ആ 76 76 കാലഘട്ടത്തിൽ ഒരു വർഷത്തെ കോഴ്സ് പഠിച്ചത്. ആ. പിന്നെ 1 വർഷം ഇവിടെ പ്രാക്ടീസ് ചെയ്തു നമ്മുടെ സമീപത്തുള്ള ആശുപത്രിയിൽ. 76 പിന്നെ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ ആയിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് 81 കല്യാണം. എൻ്റെ ഫാദർ മരിച്ചു 80. പിന്നെ 81 കല്യാണമൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ബോംബെക്ക് പോയി. ബോംബെയിലും പോയി 1 വർഷത്തോളം. ബീരാർ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ബോംബെയിലാണ്. അങ്ങനെ പുള്ളിക്ക് ജോലിയായിരുന്നു. പുള്ളി അവിടെ സെയിൽസ്മാന്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഗൾഫിന് പോയി പുള്ളി. അപ്പോൾ എനിക്കൊരു മോനുണ്ടായി. അപ്പോൾ അങ്ങനെ ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് ഒരു കോൺവെൻറ്റിൻ്റെ ഹോസ്പിറ്റലായിരുന്നു, സെൻറ്റ് തെരേസാസ് ഹോസ്പിറ്റൽ. അവിടെ ജോലി ചെയ്തു. ബോംബെ കുറേ നാളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഭാഷയൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഇപ്പം UK തനിച്ചായി പോകുന്നതല്ല. ട്രാവലിംഗ് ഒന്നും ഒരു പ്രശ്നമില്ല. ഏത് രാജ്യത്ത് എവിടെ പോണേലും എല്ലാം ഇവർ പറയുന്നത് നമുക്ക് കൂടുതലും മനസ്സിലാവും. എന്നാലും ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് ആവശ്യത്തിന് അവരോട് തിരിച്ചു പറയാം. കന്നഡ അല്പം പറയാനറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു വെടിക്കുള്ള മരുന്ന് നമ്മുടെ കയ്യിൽ ഉണ്ട്. കുടുക്കത്തില്ല. നമ്മുടെ മീൻകറി എന്തോ ആയെന്നൊന്ന് തുറന്നു നോക്കണ്ടേ. തിളച്ചു. വാങ്ങാറായില്ല. 5 മിനിറ്റ് കൂടെ കഴിയണേ. ചാറ് ഇച്ചിരി ഒന്ന് കുറുകിയെങ്കിലേ ടേസ്റ്റ്. 76 ലാബ് ടെക്നീഷ്യൻ പഠിച്ചു, ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. പിന്നെന്താ? ടൈലറിങ്ങും അറിയാം. ആ സമയത്ത് ആ ടൈലറിങ് പഠിച്ചു. വെറുതെ ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ അപ്പോൾ തോന്നി അങ്ങനെ ടൈലറിങ്ങിന് പോയി. അതൊന്നും പഠിച്ചു, മെഷീനും ഒക്കെ വാങ്ങിച്ചു. നമ്മൾ ചെറുതായിട്ടൊക്കെ, അല്ലാതെ കൂടിയ തയ്യലൊന്നും ചെയ്തില്ല. ആ മെഷീൻ ഇന്നും എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. 76 നല്ല പുതിയതായിട്ടിരിപ്പുണ്ട് ഇപ്പോഴും. എൻ്റെ സ്വന്തം ആവശ്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇപ്പോഴും. പിന്നെ ഒരു മെഷീൻ വീട്ടിലുണ്ട് എന്തോ ഒരു പ്രയോജനമാണെന്നറിയാമോ? പ്രത്യേകിച്ച് നമ്മുടെ തുണികളൊക്കെ തയ്യൽ റെഡിമെയ്ഡ് എല്ലാം പോകും. ഒന്ന് അടിച്ചെടുക്കണം. ഒരെണ്ണം ഇച്ചിരി നീളം കൂടുതലാണ്, ഒരു സ്കേർട്ട് എടുത്തു, ഉടനെ അതൊന്ന് അടിച്ചു. അല്ലെങ്കിൽ സൈഡൊന്ന് പോകണം, അല്ലെ സൈഡൊന്ന് ഒതുക്കണം. അങ്ങനെ എല്ലാ കാര്യത്തിനും അതല്ലേ പറഞ്ഞു. അല്പം ഒരു വെടിക്കുള്ള മരുന്ന് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ പാചകത്തിലും പിന്നെ നമ്മുടെ കഴിവനുസരിച്ച് ദൈവം നമുക്ക് തന്ന കഴിവുകൾ ഉപയോഗിച്ച് പിന്നെ പള്ളി ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും എല്ലാം പോകും. ഇതിനിടയ്ക്ക് അതും നമ്മൾ ദൈവത്തെ വിട്ടും പുറകോട്ട് വിടാൻ പാടില്ല. അങ്ങനെ മക്കളോടും തികയുന്നുണ്ട് നല്ലപോലെ. കാരണം എൻ്റെ സമയം പോകുന്നു. എല്ലാവരും ചോദിച്ചു എന്നോട്, നാട്ടിൽ ചെന്നാൽ ഇനി തന്നെ ഇരിക്കുകയല്ല ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്ക് സമയം നല്ലപോലെ ഉണ്ട്. എന്തായാലും ജോലി ചെയ്യുമ്പോൾ എൻ്റെ സമയങ്ങൾ ഓടിക്കും. ഇടയ്ക്ക് ചിലപ്പോൾ ശാരീരിക അസ്വസ്ഥതകളുണ്ട്, അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇങ്ങനെ ഇച്ചിരി എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ നിൽക്കത്തില്ല. എന്തെങ്കിലും ചെറിയ ഇങ്ങനെ പിരിവരാൻ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ തന്നെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതെൻ്റെ ഒരു ഹോബിയാണ്. എന്നറിയാം, നമുക്കത് മറക്കാതെയും പിന്നെ ജോലി ചെയ്താണ്ടിരുന്ന നമുക്ക് അത്രയും ആരോഗ്യമാണ്. അല്ലെങ്കിൽ ഞാനൊരിടത്തിരുന്ന് ആ കസേരയെന്ന് പിന്നൊന്ന് എഴുന്നേക്കണേൻ്റെ നമ്മൾ മോൻ്റെ അടുത്ത് പോകുമ്പോൾ ഒക്കെ അവിടെ ഒന്നും ജോലിയൊന്നും ഇല്ല. അപ്പോഴും ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ഞാൻ പറയും, ഞാൻ നാട്ടിൽ ചെന്നാലും എന്തുവെല്ലാം ചെയ്യേണ്ടതാണ് അല്ലേ. ചെറുപ്പക്കാരും അമ്മച്ചിമാരും ഒക്കെ റോൾ മോഡൽ അതെ അതെ കേട്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ്. അല്ല, സെർവൻറ്റ് വരും, അത് ചെയ്യും ഇത് ചെയ്യുമെന്നും പറഞ്ഞ് നമ്മൾ കാത്തിരുന്നാലേ അന്ന് സെർവൻറ്റ് വന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കൂ. അപ്പം ആകുന്നത് നമ്മൾ ചെയ്യുക. വീഡിയോയിലൊക്കെ ആയിട്ട് അമ്മച്ചിയുടെ കുറേ വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്. പക്ഷേ ഇന്ന് സമയത്ത് നമുക്ക് കറി തിളച്ചോ നോക്കാം. അതെ അതെ. പേരല്ല
ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട്, എരിവും. ഈ ചട്ടിയിൽ ഇതൊന്ന് തിളച്ച് കുറുകിക്കുള്ളൂ. മീൻകറി റെഡിയാ. പക്ഷെ അത് വാങ്ങാറാകുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചാൽ നല്ലത്. പച്ച വെളിച്ചെണ്ണ തൊട്ട് മീൻ. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ടേസ്റ്റ് ആണോ? ടേസ്റ്റ്. മീൻകറി റെഡിയായി. അപ്പോൾ ഇപ്പം നമ്മുടെ ആവോലി കറി റെഡിയായി അല്ലേ? അപ്പോൾ നമ്മുടെ പത്തനംതിട്ട മോളി അമ്മച്ചിയുടെ കറി മീൻകറി റെഡി ആയിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോൾ അത് ചൂടോടുകൂടി ഒന്ന് കഴിച്ചു നോക്കണം. അതെ, ഇവിടെ എന്നൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാം കൂട്ടി മീൻകറി കഴിക്കണം. നമുക്ക് മീൻകറിയൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. നമുക്കിതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 തണ്ട് കരിയാപ്പില ഇതിൻ്റെ മേളിലൊന്ന് വെക്കുകയാണ്. മീൻകറിൻ്റെ അടിയിലും കരിയാപ്പില, മുകളിലും കരിയാപ്പില. ഡെക്കറേറ്റാണ്. അതെ, നന്നായിട്ടുണ്ട്. ഗുണത്തിന് വേണ്ടി അടിയിലും ഭംഗിക്ക് വേണ്ടി മുകളിൽ. ഇത് വിഷാംശമൊന്നും ഉള്ളതല്ല, നമ്മുടെ തന്നെ സ്വന്തമാണ് കരിയാപ്പിലേക്ക്. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട അമ്മച്ചിയുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി കറീൻ്റെ കൂട്ടത്തിൽ എന്നാ കഴിക്കാൻ തരുന്നത്? ചോറ് തരാം. ചോറ് ഉച്ച സമയത്ത് കൊണ്ട് ചോറിലൊതുക്കാം. ഞാൻ ചോറും കപ്പയും കൂടെ പ്രതീക്ഷിച്ചായിരുന്നു. അടുത്ത സമയം കപ്പയും മീൻകറി, ചോറും മീൻകറി ഇങ്ങനെ കഴിക്കാം. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരി, ഷിനോജിന് വേണ്ടിയിട്ട് ചോറ് അല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കേ. ചാറൊക്കെ കളറ് കാണുമ്പോൾ തന്നെ അമ്മച്ചി വൃത്തിയാകും. ആ സ്മെല്ലും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും. അപ്പം നമ്മുടെ പത്തനംതിട്ട അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ഉരുള ചോറും മീനും കഴിക്കുക. അതെ അതെ അതെ, ആദ്യമായിട്ടുള്ള സംഭവം. അതെ അതെ. അപ്പം മീൻ ചാറിലിട്ട് ചോറ് നന്നായിട്ട് കുഴച്ചിട്ട് നമ്മളൊന്നും ചെയ്യുന്ന പോലെ തന്നെ ആകോയിൻ്റെ ഒരു പീസ് മുറിച്ചെടുക്കണം അല്ലേ അമ്മച്ചി? അതെ. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങ് കഴിക്കണം. കഴിക്കട്ടെ? കഴിച്ചോ. അങ്ങനെ ഉണ്ടെന്ന് പറയാ. കഴിച്ചിട്ട് ഗംഭീരം, അടിപൊളി കേട്ടോ. അമ്മച്ചി ഇങ്ങനെ തിരക്കൂട്ടി പെട്ടെന്നൊക്കെ കറിയായിരുന്നു ചിന്തിച്ചത്. ഞാൻ പറഞ്ഞു ഈ പുളിവെള്ളം ഒഴിക്കുന്നതിൻ്റെ. അപ്പം ആ കറീൻ്റെ ചാറും ഈ ചൂടുള്ള കുത്തിരിച്ചോറും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ്. അമ്മച്ചി 1/2 കിലോ മീനൊന്നും മതിയാകും കേട്ടോ. അടുത്ത പ്രാവശ്യം അത് എനിക്ക് തന്നെ വേണ്ടി വരും. അടുത്ത പ്രാവശ്യമായിട്ട് നമുക്ക് വലിയ ആവോലി മേടിക്കാം. എന്തായാലും നമ്മുടെ പത്തനംതിട്ട അമ്മച്ചിയുടെ മീൻകറി അടിപൊളി ടേസ്റ്റാണ്. അപ്പാദ്യ ടേസ്റ്റ്. ഇപ്പം എല്ലാ വീഡിയോയിലും പറഞ്ഞത് വെറുതെ പറയുന്നതല്ല, അടിപൊളി ടേസ്റ്റ്. പുളീൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചതിൻ്റെ കാരണം മീൻ കഷ്ണത്തിനൊക്കെ നന്നായിട്ട് പുളി പിടിച്ചിട്ടുണ്ട്. നമ്മൾ 2 ദിവസം കഴിഞ്ഞ് മീൻകറി കൂട്ടുന്ന അതേ ഒരു ടേസ്റ്റ് 10 മിനിറ്റ് ഉണ്ടായി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഈ രീതിയിൽ കറി വെക്കുക. എല്ലാവരും മീൻകറി വെക്കുന്നതാണ്, എങ്കിലും നമ്മുടെ അമ്മച്ചീൻ്റെ സ്റ്റൈലിൽ ഒന്ന് വെക്കുക അല്ലേ? എന്നിട്ട് എല്ലാവരും കമൻറ്റിലൂടെ അമ്മച്ചീനെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അമ്മച്ചി ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അതെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. അമ്മച്ചിയുടെ പുതിയ വിശേഷങ്ങളായിട്ട് ഇനിയും വീഡിയോകൾ ഉണ്ടാകും. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ.